ലൈസൻസിൻ്റെ സംബന്ധമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഞാൻ വന്നതാണ്. മേളിലേക്ക് സ്റ്റെപ്പ് കയറി ഞാൻ മേളിൽ ചെന്നുകൊണ്ട് 4ാം നില സ്റ്റെപ്പ് കയറി ചെന്നുകൊണ്ട് അവശതയായി. പിന്നെ എനിക്കവിടെ നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്ന് പിന്നെ നടന്നത് എന്താണെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് അറിയണേ. ബാക്കി എന്താ സംഭവിച്ചതെന്ന് സാർ പറ. എന്തോ ഒരു ശബ്ദത്തിൽ അടിച്ചു വീണ ഒരു സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ പാനിക്കായിട്ട് തിരിച്ച് ഓടുന്നത് കണ്ടു. അത് അറ്റാക്കാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇദ്ദേഹമാണെങ്കിൽ നെഞ്ചിലിങ്ങനെ കൈവച്ച് നെഞ്ച് വലിച്ചു പറിക്കണ ഒരു വേദനയോടുകൂടി നെഞ്ചിൽ കൈവച്ച് ഞരങ്ങിലും ഞരക്കം ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരവസ്ഥ പോലെ ഫീൽ ചെയ്ത് ഇങ്ങനെ അന്നേരം ഞാൻ ഇരുന്ന് CPR കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന വേദന കൊണ്ട്. അത് കഴിഞ്ഞ് അവിടെ കൂടിയുന്നവരോട് ഞാൻ പറഞ്ഞു, ഒന്ന് ആ ചെരുപ്പൊന്ന് മാറ്റി കാലിൻ്റെ അടിയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുക, കൈവെള്ളയിലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്യും. ഈ 20 സെക്കൻഡ് 30 സൈക്കിൾ എന്നുള്ള രീതിയിലുള്ള ഇത് പഠിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യത്തെ 1-2 തവണയായപ്പോഴും അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഡൗൺ ആണ്. പക്ഷേ മൂന്നാമത്തെ ചെയ്ത് അപ്പോഴേക്കും റിട്ടേണിൻ്റെ ഒരു ഇത് തോന്നി. തിരിച്ചിങ്ങോട്ട് വരുന്നതുകൊണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ് നമുക്ക് കിട്ടുന്നത്. പൾസ് ഉണ്ട്, പക്ഷേ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അന്നേരം കിട്ടിയൊരു CPR ആണ്, അല്ലെങ്കിൽ ആ സമയമാണ് ശരിക്കും ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഇത് വരുന്നത്. ആ സമയത്ത് കറക്റ്റ് ഒരു CPR കിട്ടിയതാണ്. ഒരു ലൈഫ് സേവ് ചെയ്യണം, അത്രയും സന്തോഷം വേറൊരു സാധനത്തിന് നമുക്ക് കിട്ടില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് സാറാ ട്രീറ്റ്മെൻറ്റ് എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡ്.